എല്ലാവരും വായോ, ഞാൻ കഥ പറയാം. ഞാൻ 1-ാം ക്ലാസ്സിൽ നിന്ന് 2-ാം ക്ലാസ്സിലേക്ക് ജയിച്ച സമയത്താണ് കേട്ടോ നമ്മൾ വാടകയ്ക്ക് പോരുന്നത്. ആ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 3 പേരും പഠിക്കുകയാണ്. പപ്പയ്ക്കാണെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള പൈസയ്ക്കുള്ള ജോലിയില്ല. ദിവസക്കൂലി 100 രൂപയ്ക്കാണ് പപ്പ പണിയാൻ പോണത്. മക്കളെ പഠിപ്പിക്കാമെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ചിലവാണ് കേട്ടോ. അതുപോലെ തന്നെ കുടുംബം പോറ്റണ്ടേ, ഈ 100 രൂപയ്ക്കാണ് ചെയ്യാനായിട്ട് വാടകയും കൊടുക്കണം. അങ്ങനെ ദാരിദ്ര്യത്തിലിരിക്കുന്ന സമയത്താണ് നമ്മുടെ അയൽവാസിയായിട്ടൊരു ഷാൻഡി എന്ന് പറഞ്ഞ ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി മമ്മിയുടെ അടുത്ത് പറയുകയാണ്, അവർക്ക് കുറേ പാടമുണ്ട്, കൊയ്യാൻ ആളെ കിട്ടാനില്ല. അങ്ങനെ പറഞ്ഞു, നീ വായോ, ഞാൻ അരിവാൾ തരാമെന്നും പറഞ്ഞിട്ട് മമ്മീനെ കൊയ്യാനിറക്കണം. അങ്ങനെ നെല്ലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മുടെ ദാരിദ്ര്യമൊക്കെ കുറേശ്ശെ കുറഞ്ഞു കേട്ടോ. അന്നേരവും നമുക്ക് പുറത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നെല്ലൊന്നും കുത്താനുള്ള പൈസയില്ല. എന്നാലും നമ്മളത് കുത്തിയെടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഒരു ആട്ടുകല്ലുണ്ടായിരുന്നു കേട്ടോ ആ വീട്ടിൽ. അതിനകത്ത് നമ്മൾ അരിയൊക്കെ ഇങ്ങനെ ഇട്ട് അരച്ച് ദോശയും അപ്പം ഒക്കെ ഉണ്ടാക്കി തരും കേട്ടോ. അതിന് ഭയങ്കര രുചിയായിരുന്നു. അന്നൊക്കെ എന്നാന്നറിയാൻ പാടില്ല, വിശന്നിരുന്നുകൊണ്ടാണോ ആ ഒരു ഫുഡുണ്ടല്ലോ, അതിൻ്റെ രുചി ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല കേട്ടോ. ഇന്ന് നമുക്ക് മിക്സിയായി, എല്ലാ കാര്യങ്ങളുമായി. എന്നാലും ആ കടന്നു പോയൊരു കാലമുണ്ടല്ലോ, ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നേ. അപ്പോൾ അടുത്ത കഥയായിട്ട് വരാം. ബൈ.